കേന്ദ്ര ധനമന്ത്രാലയം എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്താണ് വിഴിഞ്ഞം VGF. അപ്പോൾ ആ VGF തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് നീങ്ങിയപ്പോൾ ആദ്യം അവർ നിർദ്ദേശിച്ചു ആർബിട്രേഷൻ കേസുകൾ വിഡ്രോ ചെയ്യണം, അപ്പം തന്നെ തരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുത്ത ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, അദാനി കൊടുത്ത ആർബിട്രേഷൻ കേസും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം ചർച്ച ചെയ്ത് ആർബിട്രേഷൻ രണ്ടും വിഡ്രോ ചെയ്തു. കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു, ഡേറ്റ് ഒപ്പിടുന്ന ഡേറ്റ് പറയാൻ തരുമെന്ന് അറിയിച്ചു. രണ്ടാമത് തരേണ്ട സമയം വരുമ്പോഴാണ് വീണ്ടും ഇത് ലോണായിട്ടേ തരുള്ളൂ എന്നൊരു ഇൻഫർമേഷൻ വരും. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ധനകാര്യമന്ത്രിക്ക് കത്തെഴുതി കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്താണ് 817.80 കോടി രൂപ നമുക്ക് VGF ആയി തരണം എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായി തരണം എന്നുള്ളതായിരുന്നു ആ കത്തിൽ പറഞ്ഞത്. അതിനൊരു മറുപടി വന്നു, അത് ലോണായിട്ട് മാത്രമേ തരാൻ പറ്റുള്ളൂ. ആ ലോണായിട്ട് തരുമ്പോഴും പ്രത്യേകമായിട്ട് അതിൽ അവർ സൂചിപ്പിക്കുന്നത് പ്രസൻറ്റ് വാല്യുവേഷൻ വെച്ചിട്ട് തരത്തുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമുക്ക് പ്രസൻറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ PNB, പ്രസൻറ്റ് നെറ്റ് പ്രോഫിറ്റ്, അത് വെച്ച് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ 10,000 മുതൽ 12,000 കോടി രൂപ വരെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അത് ഇതുവരെ കേരളത്തിലും ഇന്ത്യയിലും മറ്റെവിടെയും നടന്നിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊന്നും ഇത്തരമൊരു അനുഭവമില്ല. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ തിരിച്ച് ലോണായിട്ട് പരിഗണിച്ച പ്രശ്നമില്ല. കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഗ്രാൻഡായിട്ടാണ്. പിന്നെ ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്മൾ തൂത്തുക്കുടിയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. 1,240 കോടി രൂപ ഈ കാലയളവിൽ തന്നെ തൂത്തുക്കുടിക്ക് അനുവദിച്ചു, അതും ഗ്രാൻഡാണ്. അപ്പോൾ കേരളത്തോട് മാത്രം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതിൽ വീണ്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ കത്തയച്ചിട്ടുണ്ട്. അത് വീണ്ടും ഗൗരവമായി പരിഗണിച്ച് ഗ്രാൻഡായി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. അപ്പോൾ അതിനുള്ള മറുപടി വന്നില്ല. ഇത് പുതിയതായി കൊടുത്തതാണ് ഇന്നലെ കൊടുത്തിട്ടുള്ള കത്ത്. പ്രധാനമന്ത്രിയെ നമ്മൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അത് ഇതുകൊണ്ടല്ല, ഗ്രാൻഡിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന രൂപത്തിൽ. ഈ പ്രോജക്റ്റിന് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു രൂപത്തിലൊന്നും സഹായിച്ചിട്ടില്ല. നമ്മുടെ 2,150.30 കോടി രൂപയാണ് ആദ്യം നമ്മൾ ഇപ്പോൾ കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അവശേഷിക്കുന്ന ബാക്കി പണവും മുടക്കാനുള്ള നീക്കത്തിൽ നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് അദാനിയായി നമ്മൾ വെച്ചു, സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട് കൈമാറുകയും ചെയ്തു. ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടക്കുന്നുണ്ട്. കമ്മീഷൻ ചെയ്യാനുള്ള ഡേറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സമയം തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യാനായിട്ട് ഡേറ്റും ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് വന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തയച്ചിട്ടുള്ളത്. അതിൻ്റെ മറുപടി വന്നിട്ടില്ല. ഇതാണ് അതിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ. ഇല്ല, കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നുള്ള കാശ് തരേണ്ടത്. അതിനിപ്പോൾ മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി നമുക്ക് ഇപ്പം ഇവർ പറയുന്നതനുസരിച്ച് നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇതുവരെയുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇത്തരം പ്രോജക്റ്റുകൾക്കൊക്കെ VGF കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഒഴിഞ്ഞു കൊടുക്കുന്നതിനെതിരെ നമ്മൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് അർഹതപ്പെട്ട നിരവധി ഫണ്ടുകൾ പലതും തരുന്നില്ലല്ലോ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയനാട് ദുരന്തം. വയനാട് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്ന് കണ്ട് നേരിൽ ബോധ്യപ്പെട്ട് അത് ഭീകരമാണെന്നും ഭയാനകമാണെന്നും അതിന് സഹായിക്കുമെന്നും അദ്ദേഹം മീഡിയയോട് വരെ സംസാരിച്ചതാണ്. അന്ന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ടും ഇതുവരെ നമുക്ക് തന്നില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമുണ്ടായ ത്രിപുര, അതിനുശേഷമുണ്ടായിട്ടുള്ള ആന്ധ്രാപ്രദേശ്, അതിനുശേഷമുണ്ടായിട്ടുള്ള തമിഴ്നാട്, ഇവർക്കെല്ലാം തമിഴ്നാട്ടിലാണ് ചുഴലിക്കാറ്റ്, തമിഴ്നാട്ടിൽ നിന്ന് സ്ഥലം പെടുന്നതിന് കാശ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പം അവർക്ക് കൊടുത്തതിനല്ല, അവർക്ക് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ആ രൂപത്തിൽ നമ്മളെ പരിഗണിക്കണ്ടേ? നമ്മളിപ്പോൾ 3-4 മാസമായില്ലേ പാവങ്ങളെല്ലാം നിന്ന് വിഷമിക്കുന്നു. ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് ഷെൽട്ടർ ഒരുക്കി കൊടുത്തുകൊണ്ട് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്നതും എല്ലാം സംസ്ഥാന ഗവൺമെൻറ് അല്ലേ. 1 രൂപ കേന്ദ്രം ഇതുവരെ തന്നില്ലല്ലോ ആ കെയർ ഓഫ്. എത്ര വലിയ രൂപത്തിലുള്ള ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ MP-മാരെല്ലാം ചേർന്ന് സമരം സംഘടിപ്പിച്ചു, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. കേരളത്തിൻ്റെ ഈ ആവശ്യത്തോട് പൂർണ്ണമായും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു. ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ രൂപമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ തെറ്റ് പറയാനില്ല.
ആ രൂപത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഈ രംഗത്തുള്ള നിലപാട്. ഈ തൂത്തുക്കുടി വിഷയത്തിൽ കേന്ദ്രം പറയുന്നത് തൂത്തുക്കുടി കേന്ദ്ര ഗവൺമെന്റ് ഡയറക്ട് നിയന്ത്രണത്തിലാണ്. ഇല്ല, ഇത് സ്വകാര്യ മേഖലയല്ല. സംസ്ഥാന ഗവൺമെന്റും അദാനിയും തമ്മിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ്. അതിൽ കൃത്യമായി നമ്മളതിൻ്റെ വിഹിതങ്ങളെല്ലാം കൃത്യമായി നിർണ്ണയിച്ച് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നത് കേന്ദ്രത്തിലാണ്. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 60 പൈസ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 3 പൈസയെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ GSTയുടെ വിഹിതം കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു. ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക? അപ്പോൾ ഈ കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇന്ത്യ ഗവൺമെന്റിന്റെ 75% ചരക്ക് ഗതാഗതം കൊളംബോയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. അത് മാറി ഇവിടെ തന്നെ വരുന്നുള്ള സ്ഥിതി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാകുന്ന വലിയ നേട്ടം എത്ര വലുതാണ്. ഇപ്പം രാജ്യത്തിനുണ്ടാകുന്ന അഭിമാനകരമായ ഒരു നേട്ടത്തെ എന്തിനാണ് ഒരു ചെറുതായി കാണുന്നത്? അപ്പോൾ അതുവഴി കേന്ദ്രത്തിന് കിട്ടുന്ന ലാഭം എത്ര വലുതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ അത് യഥാർത്ഥത്തിൽ മറച്ചു പിടിച്ചുകൊണ്ടാണ് മറ്റു രൂപത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതൊരു നീതീകരണമില്ലാത്ത സമീപനമാണ്, അത് സംശയമില്ല.